ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലകൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക് വഅളീമി സുൽത്താനിക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നമുക്കെല്ലാവർക്കും ഇഹത്തിലും പരത്തിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിമായി നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. നമ്മുടെ ഓഫീസും അതുപോലെ തന്നെ ഈ പള്ളിയൊക്കെ നടത്തുന്ന അൽ റാജിഹി ഇവർ സംയുക്തമായിട്ട് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പ് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടെ തന്നെ ഇത് നിർത്തും. ഈ ഒരു സമയം മാത്രമാണ്. വളരെ ലോകപ്രസിദ്ധമായ വളരെ അർത്ഥവത്തായ ഇസ്ലാമിൻ്റെ മൗലിക തത്വങ്ങൾ പറയുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളിങ്ങനെ ഓടിച്ചു പോകാനേ ഈ സന്ദർഭം നമ്മെ അനുവദിക്കുന്നുള്ളൂ. പ്രിയമുള്ളവരെ, കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം, ഇതിൻ്റെ രചയിതാവ് അൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എന്ന് പറയുന്ന മഹാനവറുകളാണ്. അദ്ദേഹം ജന്മം കൊണ്ടിട്ടുള്ളത് ഉയൈന എന്ന് പറയുന്ന പ്രദേശത്ത് ഹിജ്റ 1115 ജനിക്കുകയും ദറഇയ എന്ന് പറയുന്ന പ്രദേശത്ത് ഹിജ്റ 1206 മരണപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം കിതാബു തൗഹീദ് എന്ന് പറഞ്ഞ ഈ പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ്. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ് എന്നൊക്കെ നമുക്കറിയാം. ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക. കാര്യം തീർച്ചയായും അല്ലാഹു അവൻ ഏകനാകുന്നു. അപ്പോൾ അഹദ് ഒരുവൻ എന്നുള്ള അതുമായി ബന്ധപ്പെട്ടാണ് തൗഹീദ് എന്നുള്ള പദം. ഏകനാക്കുക, അല്ലാഹുവിനെ ആരാധനാ കർമ്മങ്ങളിൽ മനുഷ്യൻ്റെ ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രം നമ്മൾ നിർവഹിക്കുക. ഇതാണ് ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ തൗഹീദ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ഇതിൻ്റെ ഒന്നാമത്തെ ബാബ് പറയുന്നതിന് മുമ്പായിട്ട് ഇതിനൊരുപാട് വിശദീകരണ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. ഷറഹു കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. ആ ഷറഹുകളിൽ തന്നെ, വിശദീകരണ ഗ്രന്ഥങ്ങളിൽ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ളത് ഫതുഹുൽ മജീദ് ഷറഹു കിതാബി തൗഹീദ് എന്ന് പറയുന്ന ഇമാം അബ്ദുല്ലാഹി ബിൻ ഹസൻ ആലു ഷെയ്ഖ് എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ മഹാപണ്ഡിതനായിട്ടുള്ള ഒരാളുടെ ഗ്രന്ഥമാണ്. ഏതായിരുന്നാലും ഈ ഗ്രന്ഥത്തിൻ്റെ ഒന്നാമത്തെ ബാബു ഫളി തൗഹീദ് വമാ യുകഫിറു മിനദ്ദുനൂബ് എന്ന് പറയുന്ന അധ്യായം മുതൽ ഇതിൻ്റെ അവസാനത്തെ അധ്യായം ബാബു മാ ജാഅ ഫീ ഖൗലില്ലാഹി തആല
വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി എന്ന് പറയുന്ന അധ്യായം വരെയാണ്. ഒട്ടേറെ നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന, വളരെ ശരിക്കും മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഞാൻ ഇതിലേക്ക് ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒന്നാമത്തെ അധ്യായം ബാബു ഫദ്ലി തൗഹീദ് വമാ യുകഫ്ഫറു മിനദ്ദുനൂബ് എന്ന് പറയുന്ന അധ്യായമാണ്. അതിൻ്റെ അർത്ഥം തൗഹീദിൻ്റെ ശ്രേഷ്ഠത, ഏകദൈവ വിശ്വാസം, ഏകദൈവ ആരാധന, തൗഹീദ്, അതിൻ്റെ ശ്രേഷ്ഠത. അതോടൊപ്പം തന്നെ വമാ യുകഫ്ഫറു മിനദ്ദുനൂബ്, പാപങ്ങൾ പൊറുക്കപ്പെടും, പാപങ്ങൾ മായ്ക്കപ്പെടും. എന്തുകൊണ്ട്? ഈ തൗഹീദ് കൊണ്ട്. അതിൻ്റെയൊക്കെ ശ്രേഷ്ഠത എന്നുള്ളതാണ്. എന്നിട്ട് മഹാനവറുകൾ ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ ആയത്ത്? വ ഖൗലുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ആയത്ത്, അള്ളാഹുവിൻ്റെ വചനം, അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. ഇതാണ് ആയത്ത്. ഈ ആയത്ത് പ്രിയമുള്ളവരെ സൂറത്തു അൻആമിലെ 82-ാമത്തെ വചനമാണ്. സൂറത്തു അൻആമിലെ 82-ാമത്തെ വചനമാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. അല്ലദീന ആമനൂ, വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, തങ്ങളുടെ ഈമാനിൽ, ശ്രദ്ധിക്കുക, തങ്ങളുടെ വിശ്വാസത്തിൽ ലുൽമ് കൂട്ടിച്ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അപ്പം നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടല്ലേ, നമ്മളെ വിശ്വാസത്തിൽ എന്ത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പാടില്ല? ലുൽമ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പാടില്ല. ലുൽമെന്ന് പറയുന്ന എന്താ അർത്ഥം? അക്രമം. ലുൽമെന്ന് പറയുന്ന അർത്ഥം അക്രമം എന്നാണ് ഇതിൻ്റെ മലയാള അർത്ഥം. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. അപ്പോൾ ഈ വിശ്വാസത്തിൽ ലുൽമ് കടത്തിക്കൂട്ടാത്ത ആളുകൾക്ക് ഉലൈക ലഹുമുൽ അംന്, അവർക്കെന്തുണ്ട്? നിർഭയത്വമുണ്ട്, അമ്നുണ്ട്. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിച്ച ആളുകളാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ ലുൽമ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒട്ടേറെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ലുൽമ് എന്ന് പറഞ്ഞാൽ, അക്രമം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബത്ത് വന്ന് ചോദിച്ചു, പ്രവാചകരെ, യാ നബിയല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങളാരും ഞങ്ങളുടെ നെഫ്സുകളോട് അക്രമം ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്താണ് അല്ലാഹു തആല ഈ പറഞ്ഞിട്ടുള്ളത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നൽകിയ മറുപടി എന്താ അറിയോ? അലം തസ്മഉ ഇലാ ഖൗലി ലുഖ്മാൻ, നിങ്ങൾ ലുഖ്മാൻ എന്ന് പറയുന്ന മഹാനവറുകൾ, നമുക്കറിയാം സൂറത്തു ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായമല്ലേ, അത് അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനായിരുന്നു എന്ന് പറയുന്നത്. ആ ലുഖ്മാന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ആ വാക്ക്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. അദ്ദേഹത്തിൻ്റെ കുട്ടിയോട് പറഞ്ഞു, ഏ പുന്നാര മകനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും ഷിർക്ക് എന്ന് പറയുന്നത് മഹാ അക്രമമാകുന്നു. അപ്പോൾ ലുൽമെന്ന് പറഞ്ഞാൽ, ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ ലുൽമെന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റേ ആളെ അടിക്കുക, ഇടിക്കുക, ചീത്ത പറയുക, അതുപോലെ തന്നെ ആയുധങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുക, ഇതൊക്കെയാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ ലുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്താൻ. അതെന്താണെന്നറിയോ? ഇന്ന ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും അള്ളാഹുവിൽ പങ്കുചേർക്കൽ അത് ലളുൽമുൻ, ലുൽമാണ് എന്ന് മാത്രമല്ല, അക്രമാണെന്ന് മാത്രമല്ല, ലളുൽമുൻ അളീം, മഹാ അക്രമമാകുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഇദ്ദേഹം ഈ ആയത്ത് ഒന്നാമതായിട്ട് കൂടുതലുള്ള ആയത്ത്. പിന്നെ 2 ഹദീസുകൾ, 3 ഹദീസുകളുണ്ട്. ഈ ഹദീസുകൾ നമുക്ക് വായിക്കാം. അൻ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന ഈസാ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമതുഹു അൽകാഹ ഇലാ മറിയം വ റൂഹും മിൻ വൽ ജന്നത്തു ഹഖ്കുൻ വൻ നാറു ഹഖ്കുൻ
അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ. ഇതാണ് ഹദീസ്, സഹീഹായിട്ടുള്ള ഹദീസാണ്. എന്താ പറയുന്നത്? ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു നിവേദനം, അല്ലാഹുവിൻ്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും ഇല്ല എന്ന് സാക്ഷ്യം വഹിച്ചാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മഹാവചനമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ആരാധനക്ക്, ഇബാദത്തിന്, പ്രാർത്ഥനക്ക് ഇതിനർഹനായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ജല്ല ജലാലായ പടച്ച റബ്ബ് മാത്രമേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇതിൻ്റെ അർത്ഥം ഫതുഹുൽ മജീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. ഹക്കായിട്ട്, സത്യമായിട്ടും യഥാർത്ഥമായിട്ടും ഇബാദത്തിന് തരപ്പെട്ടവൻ, അർഹതപ്പെട്ടവൻ ഒരേ ഒരുവനുള്ളൂ. കല്ലോ മരമോ ജിന്നോ മലക്കോ മറ്റൊരു ശക്തിയുമില്ല. ആരെയുള്ളൂ? അല്ലാഹു മാത്രം. അതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിൽ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. സാക്ഷ്യം വഹിക്കണം. സാക്ഷ്യം വഹിക്കാറ് എന്തർത്ഥം? സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അറിയോ? ഐ മൻ തകല്ലമ ബിഹാ ആരിഫൻ ലിമാനാഹുമാ. അതിൻ്റെ അർത്ഥമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട്, അർത്ഥം എന്ന് പറയാൻ നമ്മളിപ്പോൾ മനസ്സിലായല്ലോ. ആമിലൻ ബി മുക്തലാഹ, അതിനനുസൃതമായി പ്രവർത്തിക്കണം. ഷഹീദ്, ഷഹാദത്ത് പറഞ്ഞ എന്താ അർത്ഥം? കലിമത്തു ഷഹാദ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? കലിമത്തു ഷഹാദ പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതന്നെ ഈ ഹദീസിൽ. അപ്പോൾ അതെങ്ങനെയാ? അർത്ഥം മനസ്സിലാക്കി അതിനനുസൃതമായി പ്രവർത്തിച്ച്, ബാത്തിനം വലാഹിറൻ, മനസ്സുകൊണ്ടും രഹസ്യമായും പരസ്യമായും, അകത്തും പുറത്തുമൊക്കെ ഈ വിശ്വാസം അനുസരിച്ചായിരിക്കണം. ഫലാ ബുദ്ദ ഫി ഷഹാദതൈനി മിനൽ ഇൽമി വൽ യഖീൻ വൽ അമൽ ബിമദ്ലൂലിഹാ. നിർബന്ധമായും ഈ ഷഹാദത്തുകൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു അറിവും യഖീനോടുകൂടെയുള്ള അറിവുണ്ടായിരിക്കണം. നമുക്ക് അതിൽ ഉറപ്പുണ്ടാകണം. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേ ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും അമ്മയോ ഭഗവതിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രക്ഷിക്കും എന്നുള്ള ഏതെങ്കിലും ശക്തികളോ വ്യക്തികളോ രക്ഷിക്കുന്നുള്ള ഒരു ചിന്തയുണ്ടാകാൻ പാടില്ല. അതാണ് യഖീൻ. ആ ഒരു ഉറപ്പ് മനസ്സിലുറക്കണം. എന്നിട്ടോ ഇവിടെ പറയാണ്, വഹദഹു, ആ റബ്ബ് ഏകനാകുന്നു. വഹദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വ അന്ന മുഹമ്മദൻ, നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുഹു, അള്ളാഹുവിൻ്റെ ദാസനാകുന്നു. വ റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. വ അന്ന ഈസാ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അബ്ദുല്ലാ, അള്ളാഹുവിൻ്റെ ദാസനാകുന്നു. വ റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലാകുന്നു, ദൂതനാകുന്നു. വ കലിമത്തുഹു, അള്ളാഹുവിൻ്റെ വചനമാകുന്നു. അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്തതായിട്ടുള്ള. വറൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള ചൈതന്യമാകുന്നു. വൽ ജന്നതു ഹഖുൻ, സ്വർഗമെന്ന് പറയുന്നത് അത് കഥയല്ല, ഇതിഹാസമല്ല, തമാശയല്ല, അർത്ഥരഹിതമായ കാര്യമല്ല. മറിച്ച് വൽ ജന്നതു ഹഖുൻ, അത് സത്യം തന്നെയാണ്. വന്നാറു ഹഖുൻ, അതും സത്യമാകുന്നു, നരകവും സത്യമാകുന്നു. അദ്ഖലഹുല്ലാഹുൽ ജന്ന, ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചാൽ എന്തായിരിക്കും? അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും അതോടൊപ്പം ഈസാ അബ്ദുല്ലാഹി വ റസൂലുഹു അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻ എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചാൽ, സ്വർഗം ഹക്കാണ് നരകം ഹക്കാണെന്ന് വിശ്വസിച്ചാൽ അവനെന്താ കിട്ടുക? സ്വർഗം. ഇതാണ് ആ ഹദീസിൻ്റെ കാര്യം. ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫളു തൗഹീദ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠതയെ പറയുന്നത്. ഒരു ഹദീസ്, രണ്ടാമത്തെ ഹദീസും കൂടെ വായിക്കാം നമുക്ക്. അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൂസാ യാ റബ്ബി അല്ലിംനി ഷൈഅൻ അദ്കുറുക വ അദ്ഉക ബിഹി ഖാല യാ മൂസാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാല യാ റബ്ബി കുല്ലു ഇബാദുക യഖൂലൂന ഹാദാ ഖാല യാ മൂസാ ലൗ അന്ന السماوات السبع وعامرهن غيري والأرضين السبع في كفة
വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് റവാഹു ഇബ്നു ഹിബ്ബാൻ വൽ ഹാക്കിം വസഹഹഹു. അതായത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് എന്താ അറിയോ നിങ്ങൾ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹിനോട് ചോദിക്കാൻ, ആരോട് ചോദിക്കുന്നു? അള്ളാഹുവിനോട്. യാ റബ്ബ്, എൻ്റെ റബ്ബേ, അല്ലിംനി ഷൈആ, എനിക്ക് വല്ലതും പഠിപ്പിച്ചു തരണം. അത് കുറുക്ക വഅദൂക ബിഹി, നിന്നെ ഓർക്കാനും നിന്നോട് ദുആ ചെയ്യാനും എനിക്കൊരു വാക്ക് പഠിപ്പിച്ചു തരണം. എനിക്ക് വല്ലതും പഠിപ്പിച്ചു തരണം. ആരാ പറയുന്നത്? ഒരു നബി അല്ല, മാത്രമല്ല റസൂലാണ് മൂസാ നബി അലൈഹി സ്വലാം. അദ്ദേഹം അള്ളാഹിനോട് പറയാൻ, അഭയ ഖാലയാ മൂസ. അപ്പം അള്ളാഹു എന്ത് പറഞ്ഞു? ഹേ മൂസ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, നീ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം. അപ്പം മൂസാ നബിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാ എപ്പോഴും കേൾക്കണാണ്, എപ്പോഴും പറയണാണ്. ഇതാണോ ഇപ്പം ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞു തരണേ എന്നുള്ളൊരു ചിന്ത. ഖാല യാ റബ്ബി കുല്ലു ഇബാദുക യഖൂലൂന ഹാദാ, എൻ്റെ നാഥാ, ഇതൊക്കെ എല്ലാ അടിമകളും എല്ലാ ദാസന്മാരും സകല മനുഷ്യരും പറയുന്നതാണല്ലോ. അപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഗൗരവം പറഞ്ഞു കൊടുക്കാം. ഖാല, അല്ലാഹു തആല പറഞ്ഞു, യാ മൂസ, ഹേ മൂസ, ലൗ അന്ന സമാവാതി സബഅ, 7 ആകാശങ്ങളും അതിലുള്ളതും, വൽ അർളീന സബഅ, 7 ഭൂമിയും, ഫീ കഫത്തിൻ, ഒരു കയ്യിലും, ഒരു കൈപ്പടം. ഒരു കൈപ്പടത്തിൽ എന്തൊക്കെയാണ്? 7 ആകാശങ്ങൾ, 7 ഭൂമിയും, അതിനകത്തുള്ള ഒക്കെ എന്താണ്? ഒരു കൈപ്പടത്തിൽ വെച്ചാലും, വലാ ഇലാഹ ഇല്ലല്ലാ ഫീ കഫ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് മറ്റേ പിന്നെ ഈ എന്താ പറയുക കൈപ്പടം അതിൽ വെച്ചാൽ, എന്നുവെച്ചാൽ ഒരു തുലാസ് സങ്കല്പിക്കുക. തുലാസിൻ്റെ ഒരു ഭാഗത്ത് എന്ത് വെക്കുന്നു? 7 ആകാശങ്ങളും 7 ഭൂമിയും അതിനകത്തുള്ളതും. മറ്റേ ഭാഗത്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കുന്നു. മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തആല പറയാൻ, ഏതാ ഘനം തൂങ്ങുക? ഈ ആകാശങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെയുള്ള 7 ആകാശങ്ങളും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഭൂമിയൊക്കെ ഉള്ള ഈ 7 ഭൂമികളാണോ ഒക്കെ ഘനം തൂങ്ങുക? അല്ല, അള്ളാഹു പറയാൻ. നമുക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? വിശ്വാസം വരണം കൂട്ടരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഘനം തൂങ്ങുന്ന അതിപ്പോൾ എങ്ങനെയാണ് എന്ന് ചിന്തിക്കണ്ട. കാരണം അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഘനം തൂങ്ങുന്നു. അത്ര ശക്തമായ ഘനമുള്ള ഒന്നാണെന്ത്? മഹത്വമുള്ളതാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വിശ്വാസമുള്ള ആ റബ്ബിൻ്റെ മുമ്പിലാണ് എല്ലാതും സമർപ്പിക്കേണ്ടത് എന്ന് വിശ്വാസമുള്ള ഒരാളെന്ത് മനസ്സിലാക്കണം എന്നറിയോ? ഒരു ഹദീസും കൂടെ മനസ്സിലാക്കുക. അനസ് റളിയല്ലാഹു അൻഹു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖാല അല്ലാഹു തആല, നബി പറയാണ്, എങ്ങനെ? അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, യബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൻ മിനൽ ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ഷൈആ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. അല്ലാഹു തആല പറയാ, ഏ മനുഷ്യ, യബ്ന ആദം, ഏ മനുഷ്യപുത്ര, ആദമിൻ്റെ മകനെ, ലൗ അതൈതനി ബിഖുർബിൽ അർള് ഖതായ, ലൗ അതൈതനി ബിഖുറാബിൽ അർള് ഖതായ, ആദമിൻ്റെ പുത്ര, മനുഷ്യപുത്ര, നീ ഭൂമിയോളം തെറ്റ് ചെയ്താലും. ഒരാൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു. എത്ര പാപങ്ങൾ ചെയ്തു? ബിഖുറാബിൽ അർളന, ഭൂമിയോളം തെറ്റ് ചെയ്തു. സുമ്മ ലഖീതനി, പിന്നീട് എന്നെ കണ്ടുമുട്ടുന്നു. ആരാണ് എന്നെ എന്ന് പറഞ്ഞാൽ? അല്ലാഹു തആല. അള്ളാഹിനെ കണ്ടുമുട്ടുകയാണ് അയാൾ. എങ്ങനെ കണ്ടുമുട്ടുകയാണ്? ലാ തുശ്രിക് ബി ഷൈആ, അള്ളാഹുവിൽ ഒട്ടും പങ്കു ചേർക്കാത്ത നിലക്ക് അങ്ങനെ കണ്ടുമുട്ടിയാൽ മറ്റുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, എന്നാലോ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, എത്ര തെറ്റ് ചെയ്യുക അത്രയും മഗ്ഫിറത്ത് അവന് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വമാണത്.
തൗഹീദിൻ്റെ മഹത്വമാണ്, ഏകദൈവ വിശ്വാസത്തിൻ്റെ മഹത്വമാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, കലർപ്പില്ലാത്ത നമ്മളെ ഇബാദത്ത്, നമ്മളെ പ്രാർത്ഥന, നമ്മുടെ ദുആ ഇതൊക്കെ അള്ളാഹുവിനായിരിക്കണം. ഇതാണ് ഇതിലെ ഒന്നാമത്തെ ബാബ്. ഇനി മറ്റൊരു ബാബ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാബുൽ ഖൗഫി മിന ഷിർക്ക്. ഇപ്പോൾ തൗഹീദിൻ്റെ മഹത്വം മനസ്സിലാക്കി, ഇനി ഷിർക്കിൻ്റെ ഗൗരവം. ഇപ്പോൾ പ്രിയമുള്ളവരെ, എന്താണ് ഷിർക്കിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആളുകൾക്ക് യാതൊരു വിഷമവുമില്ല പിന്നെ അമ്പലത്തിൽ പോകാനോ മറ്റുള്ള ബഹുദൈവ വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളിൽ പോകാനോ ഒക്കെ പല പുതിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പോൾ ബാബുൽ ഖൗഫി മിന ഷിർക്ക്, ഷിർക്കിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എന്താ അല്ലാഹു തആല പറയുന്നത്? ഖൗലുല്ലാഹി അസ്സ വജൽ. ഈ അധ്യായത്തിൽ, ഈ പുസ്തകത്തിൽ ഒരു ബാബ്, ഒരു അധ്യായത്തിൻ്റെ പേര് ഷിർക്കിൻ്റെ ഗൗരവമാണ്. അതിൽ കൂടുതലുള്ള ഒന്നാമത്തെ ആയത്തെ ഏതാണെങ്കിൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്നുള്ള ആയത്താണ്. ഏതാണ് ആയത്ത്? സൂറത്തുൻ നിസായിലെ 48-ാമത്തെ ആയത്താണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തീർച്ചയായും അല്ലാഹുവിൽ പങ്കുചേർക്കുന്നത് അല്ലാഹു തആല പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, ആ ഷിർക്കിനേക്കാൾ താഴെയുള്ള പാപങ്ങൾ അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, കണ്ടോ, ലിമൻ യശാ, റബ്ബ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? പുറത്തു കൊടുത്തേക്കാം. അപ്പോൾ ഷിർക്ക് എന്ന് പറയുന്നത് മഹാപാപമാണ്, അത് പൊറുക്കുകയില്ല എന്ന. തൗബ കൊണ്ട് പൊറുക്കും, തൗബ ചെയ്താൽ പൊറുക്കും. പക്ഷേ സാധാരണഗതിയിൽ എന്താണ്, വെറുതെ അള്ളാഹു അത് പുറത്തു തരൂല എന്നാണ് മനസ്സിലാക്കണം. ഇതാണ് അള്ളാഹു തആല പറയുന്നത്. വഖാലൽ ഖലീലു അലൈഹിസ്സലാം. ആരാ ഖലീല്? ഖലീൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ, വെരി ഗുഡ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിൻ്റെ ദുആ ഉണ്ട്. എവിടെ? സൂറത്ത് ഖുർആനിൽ പല സ്ഥലത്തുണ്ട് കേട്ടോ. സൂറത്തു ഇബ്രാഹിമിലും സൂറത്ത് ബക്കറയിലൊക്കെ ഉണ്ട് ഈ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. ഷുഅറായിലുണ്ട്, അതുപോലെ പല സൂറത്തുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ സൂറത്ത് ഇബ്രാഹിമിലുള്ളൊരു പ്രാർത്ഥന എന്താ അറിയെങ്കിൽ, ആരാ പ്രാർത്ഥിക്കണത് അറിയെങ്കിൽ? ഇബ്രാഹിം നബിയെ പ്രാർത്ഥിക്കണത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആളുകൾ അഗ്നികുണ്ടാരത്തിലെറിഞ്ഞു. ആ സംഭവങ്ങൾക്കറിയല്ലോ. അദ്ദേഹം പ്രാർത്ഥിക്കാണ്, വജ്നുബ്നി വബനീ അൻ നഅ്ബുദൽ അസ്നാം. വജ്നുബ്നി, എന്നെ അകറ്റേണമേ, വബനിയ, എൻ്റെ മക്കളെയും അകറ്റേണമേ, അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും. പ്രിയമുള്ളവരെ, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും. ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ തന്നെ എന്താ ചെയ്യുന്നത്? ഒരു വാഹനം കിട്ടിയാൽ ആ വാഹനം, ഒരു പുതിയ വാഹനമൊക്കെ വാങ്ങിയാൽ ആ വാഹനത്തിനകത്ത് ആൾ ദൈവങ്ങൾ, അമ്മ പോലുള്ള ആൾ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെക്കുന്നതിന് ഒരു മടിയും കാണിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള ഗൗരവമായ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിൽ കൊടുക്കുന്നൊരു ഹദീസ് ശ്രദ്ധിക്കുക. വഫിൽ ഹദീസ്, ഒരു ഹദീസാണ്, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താ? അത് അശ്ശിർകുൽ അസ്ഗർ, ചെറിയ ഷിർക്കാകുന്നു. ചെറിയ ഷിർക്ക് എന്നുള്ളത് എന്താണ്? അത് നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ നമസ്കരിക്കുന്ന ആർക്ക് വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടിയാണ്. മറ്റുള്ള ആളുകൾ കാണാനും അവരുടെ അംഗീകാരത്തിനും വേണ്ടി ചെയ്യുന്നതിനാണെന്ന് പറയുക റിയാ എന്ന് പറയുക. അത് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഒരാൾ ഉളുഹിയ്യത്ത് അറുക്കാണ്. എന്തിനാ ഉളുഹിയ്യത്ത് അറുക്കുന്നത്? അള്ളാഹിൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അയാളുടെ മനസ്സിൽ നിയ്യത്ത് എന്താ? നാട്ടുകാരൊക്കെ അറിയണം, ഇന്ന ആൾ ഒരുപാട് ദാനം ചെയ്യുന്ന ആൾ, അയാൾ ഉളുഹിയ്യത്തൊക്കെ അറുക്കും, എന്താ പോത്തിൻ്റെ വലിപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പറയാൻ വേണ്ടിയിട്ടാണ് അത് അർത്ഥമെങ്കിലോ അത് റിയാ ആണ്. ശരി, അത് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ വലിയ ചിന്ത ഉണ്ടാകണം എന്നൊക്കെ വിചാരിച്ചാലോ അത് അപകടത്തിലാണ്. അതാണ് ചെറിയ ഷിർക്ക് എന്ന് മനസ്സിലാക്കുക. പിന്നീട് ഇവിടെ ഒരു ഹദീസ് കൂടുന്നുണ്ട്. ഫസുഇല അൻഹു ഫഖാല അർറിയാ, റിയാഇനെ കുറിച്ച് ഇവിടെ ചോദിക്കുകയാണ്. അനിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖല അന്നാർ. റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാ. മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേയുള്ളവരെ
നിദ്ദൻ പകരക്കാരനായി കണ്ട് അവനെ ദുആ ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ ദഖലന്നാർ, അവനെവിടെ പോകും? നരകത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ പ്രിയമുള്ളവരെ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പറയാൻ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈആ ദഖലൽ ജന്ന. ശിർക്ക് വെക്കാതെ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ, അള്ളാഹുവിൽ ഒട്ടും പങ്കു ചേർക്കാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ, അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ ലഖിയു യുശ്രികു ബിഹി ഷൈഅൻ, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണോ മരണപ്പെട്ടതെങ്കിലോ ദഖലന്നാർ, നരകത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ബാബ് പ്രിയമുള്ളവരെ, ഇതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ബാബ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മരം കൊണ്ട്, കല്ല് കൊണ്ടൊക്കെ അനുഗ്രഹം ആഗ്രഹിക്കുക. ഇത് പിന്നെ വലിയ തെറ്റായിട്ടുള്ള സംഗതിയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ബാബു മൻ തബറക ബിശദറത്തിൻ ഹജറിൻ വനഹ്വിഹിമാ, കല്ല്, മരം ഇവ കൊണ്ടൊക്കെയുള്ള ബർക്കത്ത്, അനുഗ്രഹങ്ങൾ നേടാൻ ആഗ്രഹിക്കുക. അതിനെന്താ കൂടുതൽ ആയത്തുകൾ? വഖൗലുല്ലാഹി തആല അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സാ. ഈ ആയത്ത് സൂറത്തു നജ്മിലെ 19-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് എന്താ പറയുന്നത്? അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സാ, നിങ്ങൾ ലാത്തയെയും ഉസ്സയെയും അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താകുന്നു എന്നുള്ളതാണ്. അവർ ആരായിരുന്നു? ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, മക്കയിൽ മുഹമ്മദ് നബി ഹാജരാക്കപ്പെട്ടപ്പോൾ അക്കാലഘട്ടത്തിലുള്ള ആളുകൾ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ ആരാധിച്ചിരുന്നു. ആരാണ് ലാത്തയും ഉസ്സയും മനാത്തയും? ലാത്ത എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ഫതുഹുൽ മജീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാ, അല്ലാത്തു കാനത്ത് സഖറത്തുൻ ബൈളാ മൻകൂഷത്തുൻ അലൈഹാ ബൈതുൻ ബിത്വായിഫ് ലഹു അസ്താറുൻ വസദന. ലാത്ത എന്ന് പറഞ്ഞാലേ കാനത്ത് സഖറത്തുൻ ബൈളാ, വെളുത്തൊരു പാറയായിരുന്ന പാറയിൽ നിന്ന് അനുഗ്രഹം ആഗ്രഹിക്കുക. പാറ ഒരു കല്ല്, വലിയ കല്ലായിരിക്കാം. ബൈള, വെളുത്ത കല്ലായിരുന്നു. മൻകൂഷത്തുൻ, അതങ്ങനെ ഒരു കടയപ്പെട്ട രൂപത്തിലായിരുന്നു. അലൈഹ ബൈത്തുൻ ബി ത്വായിഫ്, ഈ ത്വായിഫ് എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള ഒരു വീട് ഒക്കെ ആയിരുന്നു അത്. എന്നിട്ടോ ലഹു അസ്താറുൻ വസദന, അത് എന്താണ്, അതിന് വിരിപ്പുകൾ, നമ്മളെ ഈ പിന്നെന്താണ് ചില വിരിപ്പുകൾ ഇങ്ങനെ നല്ല പിന്നെ ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. വഹൗലഹു ഫിനാഉൻ, അതിൻ്റെ ചുറ്റും മുറ്റമുണ്ടായിരുന്നു എന്ന. മുഅല്ലമുൻ ഇൻദ അഹ്ലി ത്വായിഫ്, ഇത് ത്വായിഫുകാരെന്താണ് വലിയ ബഹുമാനത്തോടു കൂടിയായിരുന്നു ഇതിനെ കണ്ടിരുന്നത്. ആ ലാത്ത കണ്ട നിങ്ങൾ, അതാണ് അവരുടെ ആരാധന. വിശുദ്ധ ഖുർആൻ അതിനെ എതിർത്തു, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സാ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെയോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ലാത്ത അങ്ങനെ ഇവർ ഈ പിന്നെ ലാത്ത ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം എന്താ പറയുക? കാന റജുലൻ യലിതു സവീഖ ലിൽ ഹാജ്, ഹാജിമാർക്ക് നല്ല പാനീയങ്ങളൊക്കെ, വെള്ളങ്ങളൊക്കെ, ശീതളപാനീയങ്ങളൊക്കെ കൊടുക്കുന്ന ആളായിരുന്നു. ഇദ്ദേഹം, ഈ ആൾ മരണപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുക്കൽ അദ്ദേഹത്തോടുള്ള സ്നേഹം കാരണം അവിടെ ഇഅ്തികാഫിരിക്കാൻ വേണ്ടി തുടങ്ങി എന്നാ പറയുന്നത്. വഅമ്മൽ ഉസ്സ, ഉസ്സ എന്ന് പറഞ്ഞാലോ ഫഖാല ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി കാനത് ഷജറത്തുൻ അലൈഹാ ബിനാഉൻ വഅസ്താറുൻ ബിനഖ്ല ബൈന മക്ക വ ത്വായിഫ്, ത്വായിഫിൻ്റെയും മക്കയുടെയും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മരമായിരുന്നു അത്. നേരത്തെ കല്ലിനെ കുറിച്ച് പറഞ്ഞു, ഇവിടെ മരത്തെക്കുറിച്ചാണ് പറയുന്നത്. മരം, ആ മരം എന്താണ്? ബിനാഉൻ വ അസ്താറുൻ, അതിന് ഒരു ഒരു നിർമ്മാണം, ഒരു കെട്ടിടം തന്നെ ഉണ്ടായിരുന്ന. എന്നിട്ടോ വ അസ്താറുൻ, അതിന് വിരിപ്പുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കില്ല പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാനത്ത് ഖുറൈശി യുഅള്ളിമൂനഹാ, ഖുറൈശികൾ ഇതിനെ ബഹുമാനിക്കാറുണ്ടായിരുന്നു. എന്നാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ കമാ ഖാല അബൂ സുഫിയാൻ യൗമ ഉഹദ്, ഉഹദ് യുദ്ധത്തിലെ, ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞാൽ അറിയാലോ എവിടെ ഉഹദ്? ഉഹദ് പറഞ്ഞാൽ എവിടെയാ? മദീനക്കടുത്താണല്ലോ ഉഹദ്, അല്ലേ? ബദർ കഴിഞ്ഞിട്ട് നടന്ന യുദ്ധമാണല്ലോ എന്ത്? ഉഹദ്. ആ യുദ്ധരംഗത്ത് അന്ന് അബൂ സുഫിയാൻ ആരുടെ ഭാഗത്തായിരുന്നു? മുശ്രിക്കുകളുടെ ഭാഗത്തായിരുന്നു. പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്, മനസ്സിലാക്കണം. ആ അബൂ സുഫിയാൻ പറഞ്ഞു എന്ന് ഉഹദിൻ്റെ ദിവസം, ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും,
നബിയും സ്വഹാബത്തൊക്കെ പരാജയപ്പെട്ടല്ലോ. ഏതിലെ? ബദറിൽ ആരാ വിജയിച്ചത്? മുസ്ലിങ്ങൾ വിജയിച്ചു. ഉഹദിൽ ആരാ വിജയിച്ചത്? മുശ്രിക്കുകൾ വിജയിച്ചു. മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു. അപ്പൊ നബിയും സ്വഹാബത്തിനെ നോക്കിയിട്ട് അബൂ സുഫിയാനൊക്കെ എന്ത് പറഞ്ഞു? ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല എന്ന് പറഞ്ഞു. അപ്പോ എന്താ മറുപടി? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി, ഖൂലു, നബി സ്വഹാബത്തിനോട് പറയും, നിങ്ങൾ പറഞ്ഞോളീം. എന്ത് പറയണം? അല്ലാഹു മൗലാനാ വലാ മൗലാ ലക്കും, അള്ളാഹുവാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംരക്ഷകനില്ല എന്ന് പറഞ്ഞു. അല്ലാഹു മൗലാനാ വലാ മൗലാ ലക്കും എന്ന് പറഞ്ഞുകൊള്ളൂ. അപ്പോൾ അതൊരു മരമായിരുന്നു എന്നാ പറയുന്നു ഉസ്സ. ആ ഉസ്സയെ ഖുറൈശികൾ ബഹുമാനിക്കാറുണ്ടായിരുന്നു. വഅമ്മാ മനാത ഖാല ബുഖാരി റഹിമഹുല്ലാഹ് ഫി ഹദീസ് ഉർവ അൻ ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിയിൽ നിന്ന് ഉർവ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പ്രകാരം ഇമാം ബുഖാരി പറയുന്നത്, മനാത്ത എന്ന് പറഞ്ഞാൽ ആരാ? ഇന്നഹാ സ്വനമുൻ ബൈന മക്ക വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു വിഗ്രഹമായിരുന്നു, ഒരു സ്വനമായിരുന്നു എന്ത്? മനാത്ത എന്നുള്ളത്. അപ്പം അങ്ങനെ കല്ല്, മരം, അതുപോലെ മരണപ്പെട്ടു പോയ മഹാൻ, ഇവരെയൊക്കെ ആരാധിക്കുന്ന പ്രവണത മക്കക്കാർക്കുണ്ടായിരുന്നു. ഇതിനെ എന്താണ് ഇദ്ദേഹം ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ എതിർക്കുകയാണ്. മനസ്സിലായല്ലോ? അവരോടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവരെന്ത് പറഞ്ഞു? അവര് എന്താ പറഞ്ഞ? പ്രിയമുള്ളവരെ, നീ അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. നിങ്ങൾ നോക്കണം, ഇതുപോലെ ഒരു മരം ഉണ്ടായിരുന്ന ആ മരം, സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം, ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തും എന്ത് ചെയ്യുന്നറിയോ? യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ വാളുകൾ കൊളുത്തി വെക്കും. ആർക്ക്? മുശ്രിക്കുകൾക്ക്. ഇത് കണ്ടപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് എന്ത് ചെയ്തു? പ്രവാചകരെ, ഇത് ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾക്കൊന്ന് നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ, ഇന്നഹ സുനനു ഖുൽതും വല്ലദീ നഫ്സി ബിയദി കമാ ഖാലത്ത് ബനൂ ഇസ്രായീൽ മൂസ. ഇത് മൂസ അലൈഹിസ്സലാമയോട് ജൂത സമൂഹം ബനൂ ഇസ്രായേലിയർ പറഞ്ഞതുപോലെയാണ്. അവരെന്താ പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് വിഗ്രഹമുള്ളതുപോലെ, ആലിഹത്തുള്ളതുപോലെ ഞങ്ങൾക്കും ആലിഹത്തിനെ നിശ്ചയിച്ചു തരണം എന്ന് മൂസാ നബി അലൈഹി സ്വലാമയോട് അദ്ദേഹത്തിൻ്റെ ജനത ആവശ്യപ്പെട്ടതുപോലെയാണ് നിങ്ങൾ എന്നോട് പറയുന്നതെന്നാണ്. എന്താണ് സ്വഹാബത്ത് പറഞ്ഞത്? ഒരു വൃക്ഷം ഇങ്ങനെ വാളുകളൊക്കെ കൊളുത്തിത്തരാൻ ഒന്ന് ആക്കി തരണമെന്നാ. അപ്പോൾ പ്രിയമുള്ളവരെ, കല്ലോ മരോ ഇതൊന്നുമല്ല, അതൊക്കെ ആ വിഗ്രഹത്തിന് സമാനമായിട്ടാണ് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം റബ്ബിനോട്. ആരാ റബ്ബ്? സർവശക്തൻ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവൻ. സഹോദരങ്ങൾ, അങ്ങനെ വേറെ ആരാളുള്ളത്? ഒരു ശക്തിയില്ല. അല്ലാഹു ജല്ല ജലാൽ, ആ സർവശക്തനോടാണ് നമ്മൾ പറയേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ മറ്റൊരു കാര്യം, പിന്നെ നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്, പെട്ടെന്ന് പറയാം, ചെറുതായിട്ട് പറയാം. അള്ളാഹുവിന് അസ്മാഉ വ സിഫാത്തുണ്ട്. മുമ്പ് കാലത്തൊക്കെ അള്ളാഹുവിൻ്റെ ചില അസ്മാവുകളും സിഫാത്തുകളൊക്കെ ആളുകൾ നിഷേധിച്ചിരുന്നു. അള്ളാഹു റഹ്മാനാണ് എന്ന് ആരംഗീകരിച്ചിരുന്നില്ല? മക്കത്തുള്ള ആളുകൾ അംഗീകരിച്ചിരുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ റഹ്മാന്, അള്ളാഹു റഹ്മാനാണെന്നുള്ളത് അവർ നിഷേധിച്ചിരുന്നു എന്നാ. അപ്പം പ്രിയമുള്ളവരെന്താണ്? അത് പറ്റൂല. റഹ്മാൻ എന്നുള്ളത് അംഗീകരിക്കണം. അള്ളാഹുവിന് നാമങ്ങളുണ്ട്, ഗുണവിശേഷണങ്ങളുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സത്യം ചെയ്യുക. നമ്മൾ ആരുടെ പേരിലേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹുവിൻ്റെ പേരിൽ. ഇതൊരു ബാബുണ്ട്, ബാബു മാ ജാഅ ഫീ മൻ ലം യക്ന ബിൽ ഹൽഫി ബില്ലാ. അള്ളാഹു സത്യം എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമില്ലാത്ത, അല്ലെങ്കിൽ ഒരു തൃപ്തിയില്ലാത്ത ആളുകൾ, അത് ശരിയല്ല എന്നാ. ഈമാൻ ഉണ്ടാവണമെങ്കിൽ ഈമാനിൻ്റെ ഒരു പിന്നെ ലക്ഷണം എന്താ? അള്ളാഹു സത്യം എന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കണം. എന്നിട്ട് നബി പറഞ്ഞു, ലാ തഹ്ലിഫൂ ബി ആബായിക്കും, നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരിൽ നിങ്ങൾ സത്യം ചെയ്യല്ലേ. നമ്മളെ ചില സഹോദരങ്ങളൊക്കെ എന്താണ്, എൻ്റെ അമ്മ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ എൻ്റെ മോൻ തന്നെയാണ് സത്യം, എൻ്റെ ഭാര്യ തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും പറയാറുള്ളത്. അതൊക്കെ തെറ്റാണ്, നമ്മുടെ വിശ്വാസത്തിനെതിരാ. ലാ തഹ്ലിഫൂ ബി ആബായിക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരിൽ
സത്യം ചെയ്യരുത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട സംഗതി കേട്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന അറിയങ്ങൾ, നമ്മൾ തന്നെ നഊദുബില്ല നമ്മളെന്ത് പറയും, പിന്നെ നീയും അല്ല ഇല്ലെങ്കിൽ ഇത് നടക്കൂലായിരുന്നു എന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റുമോ? തെറ്റാണ്. ഇതിലൊരു അധ്യായമുണ്ട്, ബാബു ഖൗലി മാഷാ അല്ലാഹു വശിഅ്ത, മാഷാ അല്ലാഹു വശിഅ്ത, നീയും അള്ളാഹും ഉദ്ദേശിച്ചാൽ എന്നുള്ളത്. അങ്ങനെ പറയാൻ പാടില്ല എന്നാ. ഇപ്പം ഇങ്ങനെ പറയും എന്താണ്, നമ്മളിപ്പോൾ ആളുകൾക്ക്, നമ്മുടെ ഈ മലയാളികൾക്കോ അല്ലെങ്കിൽ സാധാരണ ഈ പ്രവാസികൾക്കോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ. ഇങ്ങനെ പറയും, പിന്നെ നിങ്ങളും അള്ളയും നിങ്ങളും വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് നടന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആകെ വഷളാകുമായിരുന്നു, അല്ലെങ്കിൽ ആകെ പരാജയപ്പെടുമായിരുന്നു പറയും. അങ്ങനെ പറയാൻ പറ്റില്ല എന്നാ. എന്താ നബി പറഞ്ഞറിയങ്ങൾ, ഒരാൾ അന്ന യഹൂദിയൻ അത്തായില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ജൂതൻ നബിയുടെ അടുക്കൽ വന്നു. ഫഖാൽ ഇന്നക്കും തുശ്രിഖൂൻ, ആ ജൂതൻ പറഞ്ഞു നബിയോടും സഹാബത്തിനോടും, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു എന്ന് പറഞ്ഞു. തഖൂലൂന, എന്താ കാരണം, മാഷാ അല്ലാഹു വശിഅ്ത, നബിയോട് വന്നിട്ടെ നബി താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചാലെന്ന് പറയുന്നു. തഖൂലൂന വൽ കഅബ, അതുപോലെ കഅബ സത്യം എന്ന് പറയുമായിരുന്ന. അതൊക്കെ എന്താണ്, ഫഅമറഹുമുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ കൽപ്പിച്ചു, ഇദാ അറാദു അൻ യഹ്ലിഫു അൻ യഖൂലു വറബ്ബിൽ കഅബ, നിങ്ങൾ സത്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം, വൽ കഅബ, വല്ലാഹി എന്ന് പറയുന്ന പോലെ വൽ കഅബ എന്ന് പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ പറയണം, വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം എന്നാ പറയേണ്ടത്. വഅൻ യഖൂലു മാഷാ അല്ലാഹ് സുമ്മ ശിഅ്ത, അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് പറയാം. എന്നാൽ അള്ളാഹുവും നിങ്ങളും ഇങ്ങനെ ചേർത്ത് പറയാൻ പാടില്ല. അള്ളാഹ് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറയാം, സുമ്മ എന്ന് പറയാം. മാഷാ അല്ലാഹ് സുമ്മ ശിഅ്ത എന്ന് പറയാം. മാഷാ അല്ലാഹ് വ ശിഅ്ത എന്ന് പറയാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലായല്ലോ. അതായത് നിൻ്റെ ഉപ്പയും അല്ലെങ്കിൽ നീയും അള്ളയും വിചാരിച്ചാൽ അങ്ങനെ പറയരുത്. അള്ളാഹു പിന്നെ നിങ്ങളുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് പിന്നെ എന്ന് പറയണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ നമുക്ക് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പറയാം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട നമ്മളെ ശിർക്ക് കടന്നു വരുന്നൊരു വഴിയാണ്. പിന്നെ എന്ത് ചെയ്യും ചെയ്യുക, ചില ആളുകൾ അറിയാം, ഇതിലൊരു ബാബുണ്ട്, ബാബുമൻ സബ്ബദ്ദഹർ ഫഖദ് ആദല്ലാ. ചില ആളുകൾ കാലത്തിന് ചീത്ത പറയും. നിർത്തുകയാണ് ഞാൻ. എന്താണ് കാലത്തിന് ചീത്ത പറയാറിഞ്ഞാൽ, എന്തോ ഒരു ദിവസമാണിത്, എന്തൊരു കാലാവസ്ഥയാണിത്, എന്തൊരു മഴയാണ്, എന്തൊരു വെയിലാണ്, ഇതൊക്കെ പറയും. വല്ലാത്തൊരു കഷ്ടകാലമാണെന്ന് പറയും. നല്ല നമസ്കാരമൊക്കെ ഉള്ള ആളുകൾ തന്നെ കഷ്ടകാലമാണെന്ന് പറയും. ചിലപ്പോൾ ശമ്പളം 2 ദിവസം വൈകിയതാക്കാനും കാരണം അങ്ങനെ പറയാൻ പാടില്ല. കാലത്തിൽ ചീത്ത പറയാൻ പാടില്ല എന്നാ. എന്നിട്ട് ഒരു ആയത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ, വക്കാലൂമാഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ നമൂതു വനഹ്യ. ഞാൻ ചുരുക്കി പറയാം പ്രിയമുള്ളവരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹർ, കാലത്ത് നിങ്ങൾ ചീത്ത പറയരുത്. ഇന്നമാ അനദ്ദഹർ, ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ ആരാ, അള്ളയാണെന്നാ. അപ്പം കാലത്ത് ചീത്ത പറയാൻ പാടില്ല എന്നാ. ദിവസത്തിൻ്റെ കുഴപ്പമോ മാസത്തിൻ്റെ കുഴപ്പമോ ഒന്നുമല്ല. അതെന്താണ്, എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ വന്നാൽ അത് നമ്മുടെയൊക്കെ പ്രവർത്തനം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ വിധിയായിരിക്കാം. പിന്നെ അവസാനത്തെ അധ്യായം എന്താ, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അള്ളാഹിനെ മനസ്സിലാക്കേണ്ടുന്നത് പോലെ മനസ്സിലാക്കണം എന്നാണ്. പ്രിയമുള്ളവരെ, അതെന്താ, അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കുക, അള്ളാഹിൻ്റെ അസ്മാകൾ സിഫാത്തുകൾ അള്ളാഹിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. അവന് മാത്രം നമ്മൾ ആരാധനകൾ അർപ്പിക്കുക. അള്ളാഹു സർവശക്തനാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അറിയാതെ ഈ മഹാപ്രപഞ്ചത്തിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ചെറിയ അനക്കം പോലും ആർക്കും ഒന്നും സംഭവിക്കൂല എന്നാണ്. എല്ലാം അള്ളാഹിൻ്റെ അറിവ്, അള്ളാഹിൻ്റെ കഴിവ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തരാൻ വിചാരിച്ചത് ആർക്കും തടുക്കാൻ കഴിയില്ല. അള്ളാഹു തടയാൻ വിചാരിച്ചത് ആർക്കും തരാനും കഴിയില്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന
وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين.